പറയുന്നത് സുധാ മേനോനാണ്. അപ്പോൾ മാലാ ഗണപതി ബ്രാഹ്മണ കുട്ടിയാണ്, സുധ നായർ കുട്ടിയാണ്. അപ്പോൾ ഒരു സംശയം തോന്നി, സുധയ്ക്ക് കൂടുതൽ സപ്പോർട്ട് ടീച്ചർ ചെയ്യണ്ടോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? പക്ഷേ സമ്മാനം വന്നപ്പോൾ ഒരാൾക്ക് ഭരതനാട്യത്തിന് ഒരാൾക്ക് മോനെയായിരുന്നു കിട്ടി. അപ്പോൾ ആ കംപ്ലൈൻറ്റ് അങ്ങനെ തീർന്നു. എന്ന പോലെ രാജി പഠിച്ചിരുന്ന കാലത്ത് രാജിയെ കാരണം രാധിക, സുധ, രാജി, മാലാ ഗണപതി 4 പേരെ കുച്ചിപ്പുടി ക്ലാസ്സിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ നമ്മളുടെ കാലിന് കയറി ഇത് എന്താ ഒലയ്ക്കോ എന്തോ അല്ല കയറി ഒന്നും മറക്കിൽ കിട്ടിയിട്ടുണ്ട്. കയറി അതിൻ്റെ മുന്നേ കഴിഞ്ഞു. അവളൊക്കെ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ആളായി. അപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ മാലാ ഗണപതിക്ക് അന്ന് എന്താ സംഭവം ഉണ്ടായത്, മാലയും വന്നില്ല. ആകെ എൻ്റെ കൂടെ വന്നത് രാജീവ് ഗോപാലകൃഷ്ണൻ മാത്രമാണ് കുച്ചിപ്പുടിയിൽ പഠിക്കാനായിട്ട് വന്നത്. അങ്ങനെ അവളാണ് ഈ ഇലക്ട്രിക് ട്രെയിനിലൊക്കെ കൊണ്ടുപോകും. അന്ന് ശീലമില്ല. ഞാൻ കരയാൻ തുടങ്ങും. എന്തറിയാം, തോന്നി വശത്ത് കയറി പിടിക്കും. അപ്പം എനിക്കിങ്ങനെ വണ്ടി നിന്നു കയറി അങ്ങനെ പോയി. അത് അങ്ങനെയല്ലേ. അപ്പം ഇങ്ങനെ കുട്ടിയെ വിളിച്ചിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ താമസിച്ച് കൃഷ്ണകുടി ഗ്രാമത്തിലൊക്കെ പോയി വേമ്പട്ടി ചികിത്സത്തിൻ്റെ ഏക ശിഷ്യ എന്ന് പറയാനായിട്ട് ടീച്ചറേക്കാളും കൂടുതൽ പഠിച്ചത് രാജ്യക്കുമാർ. അങ്ങനെയാണ് കുച്ചിപ്പുടി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം. പറഞ്ഞ് മനസ്സിലായി. അല്ലാതെ നായർ വംശത്തിൽ ജനിച്ചുകൊണ്ടോ കറുപ്പായതുകൊണ്ടോ ഒന്നുമല്ല. പറഞ്ഞ് മനസ്സിലായി. അത് പ്രത്യേകിച്ച് വിന്ദിൻ്റെ അടക്കം പറയും, ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യണമെന്നും ചേച്ചിയുടെ ഡ്രസ്സിനും ഒരു പ്രത്യേകത ഉണ്ട്. അല്ല, അത് അവളുടെ ഷേപ്പാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ഉണ്ട്. അതൊക്കെ മോനോട് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ഉണ്ട്. മാലിന്യക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. 6 മുഴം പൂ രാജിക്ക് വെക്കുമ്പോൾ അവൾക്ക് 2 മുഴം പൂവ് തന്നെ. അവളല്ല, അവിടെ കാണുന്നവർക്കും തോന്നുന്നത് കുറച്ചുകൂടി വെച്ചാൽ അവളുടെ തടിക്ക് പറ്റുമോ, കുറച്ചുകൂടി തടി കുറവാണ് തടി. അപ്പം അതുമല്ല, രാജിയുടെ ബോർഡർ വീതി അവൾക്ക് കൊടുക്കുക. അപ്പം എന്തായി, ബോർഡർ വീതി കുറഞ്ഞ ഇതാണ്. അപ്പം ഒരു കുട്ടിയുണ്ട്, രാജിയുടെ ബോർഡർ കുറച്ച് വലിയത്. ടീച്ചർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതൊക്കെ തരണം ചെയ്യും. ലക്ഷ്മിയുടെ കാര്യം, ലക്ഷ്മി ആദ്യമായിട്ട് കോമ്പറ്റീഷൻ യാതൊരു വലിയ ഇഷ്ടമൊന്നുമില്ല. കോമ്പറ്റീഷൻ അച്ഛനോ അവളക്കോ അമ്മയ്ക്കോ അങ്ങനെ നിർബന്ധമായിട്ട് സ്കൂളുകാരുടെ നിർബന്ധപ്രകാരം അവൾ കോമ്പറ്റീഷന് പോകും. അപ്പോൾ റെഡിലെ ഗ്രീൻ ബോർഡറുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രസ്സാണ് അവൾക്ക്. പിന്നെ അത് രണ്ടാമത് കൊണ്ടുവന്ന് എൻ്റെ തരാൻ പറഞ്ഞിട്ട് തന്നില്ല. ആദ്യം തോന്നിയിട്ട് അതിപ്പോഴും പറയാം, ഇപ്പോഴും തന്നിട്ടില്ല. അത് അവളുടെ എന്നുണ്ട്. ഒരു ദിവസം ഞാൻ ചോദിച്ചു, വിദ്യുതിക്ക് കൊണ്ടാനേ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലാതെ സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ രാജിയും മാലാ ഗണപതി എറണാകുളത്ത് നിൽക്കുകയാണ് കോമ്പറ്റീഷൻ, യൂണിവേഴ്സിറ്റി അവരെ. അപ്പോൾ എനിക്കെന്താ, അവൾ ആദ്യമായിട്ട് കളിക്കുന്നുണ്ട്. അന്ന് നട്ടുകൊണ്ടിരിക്കുന്നവരെ മേളം എല്ലാവരും വെച്ചതാണ്. അങ്ങനെ അവളുടെ കോമ്പറ്റീഷനായിരുന്നു എനിക്ക് പോയി. ഇവരുടെ കുറച്ച് ഡിലേ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഇവളുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ അവർക്ക് എന്താ സന്തോഷമായി. ഇവരുടെ ടീച്ചർ വന്നിട്ടില്ല, മാലാ ഗണപതി ഭരതനാട്യം കളിക്കില്ല, സമ്മാനം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടും എന്ന്. അങ്ങനെ പറന്നു പോവുക. ഞങ്ങൾ ഒന്നും കൂടി വെച്ചിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ഉടനെ റിസൾട്ടൊന്നും കാത്തില്ല. അവളെ പഠിച്ച അവിടെ എൻ്റെ കോട്ട വെച്ചിട്ട് ഞാൻ കാറിൽ പോവുകയാണ്. എന്നുവെച്ചാൽ മരണപ്രയാസത്തിൽ വണ്ടിയെപ്പട്ട് ഇരിയും പൊടിയും അതൊക്കെ നോക്കാം. ചെന്നപ്പോഴേക്ക് സമയം വൈകി ഇവരെന്ത് ചെയ്തു, മനഃപൂർവ്വം മാലെ കളിപ്പിക്കാത്തതിന് വീട്ടിൽ പരിപാടി. അങ്ങനെ ഒരു ബ്രാഹ്മണ ശാപം നമുക്കുണ്ട് ഏട്ടാ. പിറ്റേ ദിവസം എൻ്റെ ചേച്ചിക്ക് മുമ്പിലാണ്. അതിന് പ്രശ്നമില്ല.
അപ്പൊ എന്തായി മാലാകണ്ടതിക്ക് കളിക്കാൻ പറ്റാത്തതായി സത്യമായിരുന്നു. എറണാകുളത്തെ ഇവളുടെ ഒരു കസൈൻ ആശയ്ക്ക് കസൈൻ ആശയ്ക്ക് കിട്ടി. ഇതൊന്നും ഓണയല്ല, എൻ്റെ കുട്ടികളുടെ മുമ്പിലാണ് ഞാൻ പറയണത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ അന്നത്തെ മത്സരത്തിന് സമ്മാനം കിട്ടിയതാണ് ആശ. ഇദ്ദേഹത്തിൻ്റെ കാര്യം ആദ്യം പഠിപ്പേന് കാമ്പോജ് കാണണം. അപ്പം പഠിച്ചു വന്ന ഉടനെയാണ് പഠിച്ചു വന്ന അച്ഛൻ ഭയങ്കര പുലിവേരനാണ്. അഡ്വക്കേറ്റ് സുകുമാരനായി ലോകത്ത് ആകെ ഒരളവിക്ക് മനയ്ക്ക് ടീച്ചറാണ്. ഒരൊറ്റ അളവിലാക്കിയില്ല. അങ്ങനെ ഇവിടെ കോമ്പറ്റീഷൻ കൊണ്ടുപോകാം. അപ്പോൾ കാമ്പോജി പറഞ്ഞു ഇത്ര ഫിഗർ എങ്ങനെ നിന്നാൽ നിൽക്കും, ആ പോസിൽ നിന്നാൽ അതാണ്. അപ്പോൾ എന്തായി ഇവിടെ വേറൊരു കൂട്ടിൽ ഒരു കുട്ടിയെ അവർക്ക് ഇവിടെ കളിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്ത് ചെയ്തു? മുതലക്കാരന് കരിക്കിലെ വെള്ളത്തിലെ സ്വല്പം സ്ട്രോ വെച്ച് കുടിച്ചു. ഫസ്റ്റ് ജെല്ലി ഓക്കെ ഒന്നും പറയാം. പിന്നെ ഭയങ്കര ധൈര്യമാണ്. ഇങ്ങനെ എന്നെ നോക്കുമോ, അത് രാജ്യത്തെ ഇടയ്ക്ക് ടോട്ടൽ ശരി. എൻ്റെ മുഖഭാവം മാറുമ്പോൾ അറിയാം അവൾ ചെയ്യണത് പോരാ. അത് അതിനെ നോക്കണം, അതാണ് തെറ്റിക്കല്. ഇവിടുത്തെ ആ കുട്ടികളൊന്നും എന്നെ പഠിപ്പിച്ച് ഞാൻ കളിക്കും. ഫസ്റ്റ് എനിക്ക് ഗംഭീരമായിട്ട് അരമണിക്കൂറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര ഗംഭീരമായിട്ട് എടുത്തു. രണ്ടാമത്തെ ചെടിയായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യ് കുഴയാൻ തുടങ്ങി. മൂന്നാമത്തെ ജതിയിലൊന്നും ചെയ്യാൻ വയ്യ. പക്ഷേ ഗുരു ഗോപിനാഥനെ പോലെയുള്ളവരാണ് ജഡ്ജി ഇരുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പറഞ്ഞറിയാം, ഫസ്റ്റ് വിളിക്കില്ല കണ്ടോ, കരയണം. വിചാരിച്ച മാതിരി അത്ര ഇതായിരുന്നു, കരയണം. നീ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടിയല്ലേ, ഇതെന്തുകൊണ്ടാണ് ഈ കുടുംബക്കാരനെ കുഴപ്പമില്ലെന്നൊന്നും അറിയില്ലാത്ത ഒരു പ്രായം. അപ്പോൾ സെക്കൻഡായി. അപ്പോൾ ഗുരു ഗോപിനാഥ് എന്താ പറയുന്നത്, ദൂരേന്ന് കോഴിക്കോട് ഒരു നോക്കുന്നത് ദൂരേന്ന് കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ കുട്ടി കളിച്ചത് കുറവല്ല. അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട് പറയുന്നത്. ഇതൊക്കെ ആണെങ്കിൽ കുട്ടിയുടെ കാലിൽ ട്രെയിനിൽ നിന്ന് ഇത് വെട്ടി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയോ സ്പ്രെഡ് എന്നിട്ട് എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് തന്നെ മാനേജ് ചെയ്തു. കൊല്ലത്തോർമ്മയിലെ ഡോക്ടർ സുധാകരൻ എന്ന് പറഞ്ഞ അങ്കനയുടെ അച്ഛൻ മാലയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ആ കോമ്പറ്റീഷൻ കാല് മരവിപ്പിച്ച് ആ കോമ്പറ്റീഷനിൽ വിന്നറായതാണ് എൻ്റെ കുട്ടികൾ. എന്താ പ്രധാന കാരണം? എൻ്റെ കുട്ടികളൊക്കെ സുന്ദരികളാണ്. എന്തുകൊണ്ടാണ് സുന്ദരികളാവുന്നത്? വിമല ടീച്ചർ മേക്കപ്പ് ചെയ്യണം. പണ്ടുള്ളവർക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് മേക്കപ്പ്. അപ്പം എനിക്ക് കാണുന്നതോട് ഞാൻ പറയും, വരും അകത്തേക്ക് വരും, കണ്ടോളൂ ചെയ്യണം. അപ്പോൾ അതിനൊരു കാര്യമില്ല. അന്ന് ഇത്രയും കോസ്റ്റ്ലി മേക്കപ്പ് ആരോടില്ല. അത്ര വില കൊടുത്ത ഫോട്ടോസിന് സമയം കൊടുത്തിട്ട് ഒരാളും നോക്കിയൊരു ഒരു പോലും ഉണ്ടാവില്ല ടീച്ചർ. എല്ലാവർക്കും അവരുണ്ട്. ഞാൻ തന്നെ ഡ്രസ്സ് തുന്നിയിട്ടുള്ളത് ഇതുവരെ ഒരിക്കലും വേറൊരു ഡ്രസ്സ് ഇട്ട് എൻ്റെ കുട്ടികളെ കളിച്ചിട്ടില്ല. പിന്നെ മാലിനി കളിക്കുന്നത് പാലക്കാട്. അപ്പോൾ മാലിനി കളിച്ചാൽ അത് കേട്ടിട്ട് അത്രയൊരു റൂമാണ്. നിങ്ങൾ ടീച്ചറുടെ കുട്ടികൾ ഇതായി അവർക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്പറാണ് കരയാൻ പറയും. ഞാൻ കരയുമ്പോൾ ഫസ്റ്റ് കിട്ടിയതോടെ ചിലപ്പോൾ ഫസ്റ്റ് നീയ തന്നെയാവും. അപ്പോൾ എല്ലാവരും ആദ്യം കളിച്ചിട്ട് മറന്നു അല്ലെ ജഡ്ജസ് അല്ല, അവൾക്കും അനുഭവങ്ങൾ എന്താ പറയണം. അവളെന്താ ആദ്യം അവർ ലോട്ടറി എടുത്ത് വെച്ചിരിക്കുകയാണ് അവരുടെ പേര്. അത് പാലക്കാട് വെച്ചാണ്. ഇതൊക്കെ ആണെങ്കിലും
ഒരു കുട്ടി കളിച്ച ഐറ്റം എൻ്റെ കുട്ടികളോട് അവൾ കളിച്ചു. സാവ മാരുഷയായിരുന്നു അവൾ കളിച്ചത്. പരമാകുല, സുമസായിക, ആനന്ദഭൈരവി, അവളൊന്ന് ആനന്ദഭൈരവി. രാജി 2-3 തവണ ഒരു തവണയും കളിച്ചയച്ച് എൻ്റെ കുട്ടികളെ കളിച്ചു. അതിന് കാരണം അന്ന് ഇങ്ങനെ ഒരു ടേപ്പ് എടുക്കുന്ന സമ്പ്രദായമില്ല. ബാഗിൻ്റെ ഉള്ളിൽ ടേപ്പ് എടുക്കുക. ഇന്നും അറിയാം ഇവരെ ടീച്ചറുടെ കുട്ടികളെ എന്ത് കളിച്ചെന്ന് 3-ാമത് ആൾക്കാരുടെ പച്ചക്കല്ലുമാല ഇട്ടിട്ടുണ്ട്. ഇന്ന് പറയും, ഇന്ന് ഓർത്തിൽ പറയും പച്ചക്കമ്മൽ ഇതിട്ട് വന്നത് രാജി അടിയിൽ മാത്രമേ അവർക്ക് കുറച്ച് കഴിച്ചത് കൊണ്ട് അടിയിൽ മാത്രമേ അവർക്ക് ഇടാറുള്ളൂ. മോനക്ക് വല്ലപ്പോഴും ഒരിക്കലും നമ്മൾ ഇവിടുത്തെ പച്ചക്കറി കഴുത്തിന് നീളം തുണി കൊടുത്ത് അത്. പിന്നെ കയ്യില്ലാത്തവർക്ക് സ്പോഞ്ച് വെച്ചിട്ടുണ്ടാവും. അതൊന്നും ആരും ടീച്ചറെ പഠിപ്പിച്ചതല്ല. ഒരു അച്ഛനമ്മമാരും ഇനി അതും പറയാം, ഒരു അച്ഛനമ്മമാരും ഇന്ന ഐറ്റം പഠിപ്പിക്കുമെന്നോ ഇന്ന ജഡ്ജസിനെ പഠിക്കേണ്ടതായിട്ടോ അവിടെ കല്യാണം വേഗം ഫിക്സ് ചെയ്തു. അതിന് വേഗം കല്യാണം ഫിക്സ് ചെയ്ത ആളാണ് ഞാൻ. കരഞ്ഞിട്ടുണ്ട്. 17-18 വയസ്സിൽ അവളുടെ കല്യാണം ഫിക്സ് ചെയ്തു. പക്ഷെ അത് ഒരു സാഹചര്യം വന്നു. ലവ് മാരേജൊന്നുമല്ല, സാഹചര്യം വന്നതെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, ടീച്ചർ കല്യാണം വേണം. ടീച്ചർ പറഞ്ഞാൽ പക്ഷെ ആ വന്ന വിശിഷ്ട ഒരാളെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് പന്തലിട്ടിട്ട് ആ നിശ്ചയത്തിന് കൂടി അവളെൻ്റെ ഇങ്ങനെ ഇത് വേണ്ടെന്ന് പറയാം. അതേപോലെ രാജി കറുത്ത കുട്ടിയാണ്. ഈ കല്യാണം ആലോചിച്ച് വന്നവർക്ക് കറുത്ത കുട്ടി അറിയില്ല. ഇവിടെ കാണുന്നത് മേക്കപ്പ് ചെയ്തിട്ടാണ്. പിറ്റേ ദിവസം എന്നോട് ഇവളുടെ പുറത്ത് എന്നോട് വന്നത് ടീച്ചർ ഇന്നലെ കണ്ട മേക്കപ്പ് അല്ലേ അവർക്ക് കുറച്ചുകൂടി ഒറിജിനൽ കുട്ടിയെന്താന്ന് കണ്ടിട്ടാകുമ്പോണ്ടേ മേക്കപ്പ് ഇതേമാതിരി തന്നെ പറയുമ്പോൾ അച്ഛനോടെ പോയില്ല. അപ്പോൾ ഞാൻ മുല്ലപ്പൂ മാല കെട്ടി തലയിൽ വെച്ചു. ഓരോ കുട്ടികളുടെ കീഴിൽ പോയി കാണുന്ന പിടിച്ചു. ചിലർക്ക് മീശ വലുതായി, ചിലർക്ക് തലമുടി കട്ട് ചെയ്ത് കൊടുക്കില്ല. വേറൊരു വീട്ടിൽ അമ്മായിമ്മ ചാരത്തിന് പാത്രം തേച്ചു. ഇതൊക്കെയാണ് എൻ്റെ കുട്ടികളുടെ. പക്ഷെ ആ അച്ഛനമ്മമാരെ ഇന്നും പതനശ്രീയോട് പറഞ്ഞു, ഇവരൊക്കെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം വീട്ടിൽ പോവില്ല. ഇവിടെ തന്നെയാണ് താമസം. ഇവിടെ തന്നെയാണ് ടീച്ചറെ കൊടുക്കുക. രാജ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റായിട്ട് കളിക്കാൻ തില്ലാന. എന്തിനറിയാം? മേക്കപ്പ് അഴിക്കുന്നതിലേക്ക്. എന്നിട്ട് ഏറ്റവും അവസാനം വണ്ടിയുടെ ബാക്കിൽ എന്തിനറിയാം? അവസാനം കൊണ്ടാണ് നമ്മൾ മറന്നു പോകും. അതാണ് ആ ഒരു വ്യത്യാസം. അവിടെ ചെന്നിട്ട് കുറേ നേരം കണ്ണാടിയുടെ മോളിങ്ങനെ നോക്കി, കുറേ നേരത്തിൽ നോക്കി ഇത് നോക്കി. പിറ്റേ ദിവസം പരീക്ഷകളാണ്. അതുകൊണ്ട് തോറ്റിട്ടുണ്ട്. അവളും എം എ എടുത്തു. എല്ലാവരും പറഞ്ഞ് അവിടെ ചെണ്ടക്കാരുടെ കൂടെ ഞാൻ ദിവസം അങ്ങനെ ഒരുപാട് കഥകളെ ലക്ഷ്മി അച്ഛൻ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെ ഒരു കേരളനാട്യ അക്കാദമിയിൽ പേരിട്ടത് ഒരു മജീദ് മാമൻ. ആ കുട്ടി ഇവിടെ വന്നിരുന്നു. അവളാണ് ആദ്യത്തെ കൈമുദ്രനെ പഠിച്ച് അമ്പലം എന്നാ അമ്പലം. അപ്പോൾ അത് പ്രിൻസസ് വീട്ടിലൊന്നും കയറിയില്ല. നമ്മൾ ഇന്നത്തെ പ്രിൻസസ് വന്ന് ടീച്ചറുടെ വീട്ടിലെ വിളക്കോളത്തെ ആളാണ്. അപ്പോൾ ലക്ഷ്മിയുടെ അച്ഛനാണ് പറഞ്ഞത് ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ചേർക്കണം. അദ്ദേഹം തന്നെ ചെയർമാനായി, അദ്ദേഹം തന്നെ സെക്രട്ടറി, മറ്റുള്ളവരെ കണ്ടുപിടിച്ചു. എനിക്കറിയില്ല ഇതിനെ പറ്റി ഒന്നും അറിയാം. എന്താ പോലെ ഉപതക്രിയ രാഗത്തിൽ എനിക്ക് അന്നൊന്നും ബുദ്ധി ഒത്തിരി കുറവാണല്ലോ ടീച്ചർ.
വയസ്സൊന്നാവാത്തോണ്ട് അന്ന് ഇങ്ങനെ പറഞ്ഞ സ്വാതന്ത്ര്യത്തെ കുട്ടികൾ, ക്ഷേത്രയെ കുട്ടികൾ, ജീവനെ കുട്ടികൾ, ഇല്ലെങ്കിൽ ദീക്ഷിതക്കുട്ടി, അങ്ങനെയാണ് അർദ്ധനാരീശ്വരൻ. ഏറ്റവും കൂടുതൽ അർദ്ധനാരീശ്വരൻ ചെയ്യുന്നത് ബിന്ദുജിയും ജാനും. ജാനും ശരിക്കും ഡാൻസ് അധികം പഠിച്ചിട്ടില്ല, പഠിച്ചത് മുഴുവനാണ്. ഇപ്പോൾ ഡാൻസ് ടീച്ചറായിട്ട് ഇരിക്കുന്നതാണ്. ഇവിടെ രാവിലെ പറഞ്ഞില്ലേ ചോദിച്ചിട്ട് ഇപ്പോഴും ടീച്ചറെ ഞാൻ മറന്നിട്ടില്ല. കാരണം അത്രയും പ്രോഗ്രാം അടിസ്ഥാനം ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പറയാം എനിക്ക് വയസ്സായത്, എന്നേക്കാളും താന്നു നിൽക്കുമല്ലോ, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല ആരും, അതിൻ്റെ പേരുകളോ തെറ്റാം. കാരണം അന്ന് 70-ാം പിറന്നാളിന് വന്നവർ കളിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ് വീട് കെട്ടിച്ച് പഴയ ഓരോരോ പൊക്കോട്ടെന്ന് വയ്ക്കും. എല്ലാവർക്കും നോക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹിക്കുന്ന അമ്മമാരെ പോലും ഭർത്താക്കന്മാർ, അതേമാതിരി എല്ലാ ഭർത്താക്കന്മാരും ഒരാണെങ്കിലും ടീച്ചറെന്നല്ല, അവരൊക്കെ അത്ര ട്രെയിനിങ് എൻ്റെ കുട്ടികളോട് കൊടുത്തിരിക്കുക. ഓരോരുത്തർ വന്നാലും ശരി, അങ്ങയുടെ അദ്ദേഹത്തിന് കൗകി എന്താക്കി തവണ വന്നിട്ട് സത്യത്തിന് എത്രയും പഴക്കം പോലെയാണ്. ഒരാണെങ്കിലും അങ്ങനെ വെറുക്കുന്നവര് കണ്ടില്ലേ ശ്രീ കണ്ടില്ലായിരുന്നു അവർ രണ്ടുപേരും. നല്ല വീടൊക്കെ വെച്ചു. ടീച്ചർ എന്നിട്ട് ബാലകാശിനെ വിളിച്ചിട്ട് പോകാത്തൊരു സങ്കടം. അതിന് കഴിഞ്ഞു വന്നോ ഞാൻ പോയി അവിടെ കൂടെ 2 ദിവസം താമസിച്ചു. അപ്പോൾ മോനും സന്തോഷം. വന്നു കഴിഞ്ഞിങ്ങനെ വല്ല നമ്മുടെ രാജകീയ പദവിയിലാണ് നോക്കുന്നത്. അപ്പം അത് ജീവിതത്തിൽ വിദ്യ പറയുന്നത്, അല്ലെങ്കിൽ വീട് പറയുന്നത് നിങ്ങളെ കഴിഞ്ഞുള്ളൂ, ശരി, അത്രയേ ഉള്ളൂ. കാരണം രാജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നും ഓരോ നിമിഷവും എൻ്റെ അടുത്തുണ്ട്. എന്നറിയോ, ഇവരാരും ഇല്ലല്ലോ, അവൾ ഓരോ രാജ്യം ചീട്ടിയും അമ്മയ്ക്ക് എന്നാ പറയും. അങ്ങനെയാണ് നോക്കണത്, അത് കുറ്റം പറയണ്ട. അതേമാതിരി തന്നെ അജയനെ 16 വയസ്സിൽ ഞാൻ അവിടെ പോന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ 16 വയസ്സ് മുതൽ ഇന്ന് വരെ അവരും ഒരു അമ്മയെ പോലെ തന്നെ. അതൊരു ഭാഗ്യമായിട്ട് കരുതാം. ഏറ്റവും അധികം സന്തോഷിച്ചത് കിട്ടിയിട്ടാണ്. എല്ലാ കൊല്ലം കിട്ടും. അമ്മ കിട്ടാത്ത ഞാൻ കിട്ടിയത് വന്നപ്പോഴും കടയിലെ അതുണ്ട്, ഈ എടുത്തോട്ട് വരാറുണ്ട്. അപ്പൊ ഇത് നമ്മളായിട്ട് ഇതാക്കണം. ഞാനിപ്പോ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇത് പപ്പൂസ് ടീച്ചർക്ക് കിട്ടിയതല്ല, നിങ്ങൾ കളിച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ ഓരോ കുട്ടിയോടും കളിച്ച് വിവര ടീച്ചർ ആരാന്ന് ജനങ്ങളിൽ അറിയിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയവരെ പോലും ഞാൻ മറക്കില്ല. അവരെ വേറൊരു ടീച്ചറുടെ അടുത്ത് പോയാൽ മീന് പറയും, എന്തായാലും നമുക്ക് പഠിപ്പിക്കുന്നവരെ ഒരാളെ ഈ ജന്മം പഠിപ്പിക്കില്ല. ഞാൻ പറയുന്നതല്ല. ആ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് പണത്തിനേക്കാളും വലിയത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക എന്നാണ്. ഇന്ന് ഈ ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം, വേറെ ഒരാൾക്ക് അവകാശമില്ല. ആരും 10 രൂപ എല്ലാവരും ചോദിക്കും, ടീച്ചർക്ക് ഇത്രയും സമ്മാനം കിട്ടിയിട്ട് ആരെല്ലാം എന്തല്ല ഒന്നും എനിക്ക് ആശ്ചര്യപ്പെട്ടല്ല. പക്ഷെ എല്ലാ കുട്ടികളും അവരുടെ കഴിവിൻ്റെ പരമാവധി ഇരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ വന്നതിലുള്ള ആ സന്തോഷം, വളരെ സന്തോഷം. പഴയ കുട്ടികൾ ഒരുപാട് മുളക് ചോദിച്ച മാതിരി എന്താ മഞ്ജുവിനെ വിളിക്കാത്തത്, സിന്ധുവിനെ വിളിക്കാത്തത് അങ്ങുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ വിളിച്ചാൽ, ഇപ്പോൾ സുധ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഐഡിയ വന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അടുത്ത പെർമിഷൻ രാജ്യോടാണ്, പിന്നെ അവളോടും ചോദിച്ചു. അപ്പം അവർ 3 പേരുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം. അപ്പോഴൊക്കെയാണ് ന്യായം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ദൈവകാരമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പം എല്ലാം നോക്കണം. ശ്രീജയാണ് ഒരു സ്വന്തം മകളെ പോലെ എല്ലാ കാര്യവും അവിടെ നോക്കി എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
താമസിക്കണ്ടേ അവിടെ. അവൾക്ക് 2 കുട്ടികളും ഭർത്താവും ഒക്കെ ഉണ്ട്. രാത്രി ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നതിൻ്റെ സന്തോഷം. അങ്ങനെ ഒരു പ്രത്യേക സ്നേഹം ഒരാളോട് ടീച്ചർക്ക് തോന്നാറില്ല. പിന്നെ അവളുടെ കാര്യം, അവൾക്ക് അച്ഛനമ്മ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഞാനാ കൊണ്ടുപോയി. അപ്പോൾ 1500 രൂപ കിട്ടും കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയ. ആദ്യമായിട്ട് കുച്ചിപ്പടി ചെയ്യുകയാണ് അവളാണ് ഫസ്റ്റ്. ഞാൻ ഈ SBIയിൽ പോയി അക്കൗണ്ട് തുടങ്ങി ആ രൂപ വിട്ട് അവളെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങിയത് SBI. അങ്ങനെ ഓരോ കുട്ടിയോടും ഓർത്തെടുക്കത്തക്ക വിധത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലായി. അതെ, അതാ ഞാൻ പറഞ്ഞേ. ഋതുജയ്ക്ക് ശരിക്ക് അതിന് ശേഷമുള്ള വിനു മാത്രമേ ഉള്ളൂ. 2 വയസ്സായിട്ടുള്ളൂ വിനുവിന്. ഇവരൊക്കെ വരുമ്പോൾ 2 വയസ്സാണ്. അതാണ് അവനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു അയ്യോ അതൊരു തോന്നല്ല കേട്ടോ. ഒരു തരം ഭ്രാന്താണ്. അതെ ശരിക്കും. ഇതൊക്കെ ഓർണമെന്റ്സ് ചേച്ചിക്ക് അവിടെ എല്ലാവരോടും ക്രിറ്റിസൈസിങ് ഉണ്ടാവും മമ്മിക്ക്. മമ്മിക്ക് അറിയാലോ എന്താ. അതുകൊണ്ട് പിന്നെ ഇതുപോലെ ഇവർക്കും അറ്റാച്ച്മെന്റ് കൂടെ. വീട്ടിൽ പോയിട്ടാണ് പ്രാക്ടീസ്. എനിക്ക് ഓറിയന്റേഷൻ നമ്മളെന്ത് ചെയ്യുന്ന സ്ഥലമല്ല, മാറിപ്പോയി. ആകെ വിഷമോ സങ്കടം. എനിക്ക് ഡയറക്ഷൻ ശരിയാവുന്നില്ല. ഓഡിയൻസ് സൈഡിലേക്ക് ചെയ്യുന്നതിന് വരെ ഞാൻ വേറെ ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അന്ന് അറിയില്ല ഞാൻ ഒരു സ്ഥലം മാറിയ. അതാണ് നമ്മളെപ്പോഴും മോളിൽ കളിപ്പിക്കുമ്പോൾ 2-3 സൈഡിലേക്ക് മാറി മാറി കളിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നവംബർ 14 നെഹ്റുവിനെ സെലക്ട് ചെയ്യും. നെഹ്റു അപ്പോൾ ഇദ്ദേഹമാണ് നെഹ്റു. അപ്പോൾ ഭയങ്കര വിശ്വസിച്ചു നിർമ്മലാവിനെ പഠിക്കണം. അപ്പോൾ സ്പീച്ചൊക്കെ അപ്പോൾ ആരാ ഇംഗ്ലീഷറെ തന്നെ വിളിച്ച് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്പീച്ച് എടുക്കും. അവളുടെ വിചാരം ടീച്ചർക്ക് വലിയ കഴിവാണ്. എന്നാലും അപ്പോൾ അതിൻ്റെ പോയിന്റുകൾ കോമയുള്ള ഭാഗം മേക്കപ്പ്. അപ്പം നമ്മുടെ പിള്ളേരില്ല, 2 ആൺപിള്ളേരെ അവൾക്ക്. അമ്മൂമ്മ വെറുതെ പറയും എന്താ പറ്റിയ അനുസരിച്ച് സംഭവിക്കും. ഒരു തരം കൂടി അതിനെൻ്റെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ അപ്പൊ നിൽക്കേണ്ട ഇതൊക്കെ കാണിച്ചു കൊടുത്തിരിക്കാൻ ആ കുട്ടിയല്ലേ അറിയില്ല. നിർത്തി സൈഡ് വെച്ച് കഴിഞ്ഞിട്ട് അത് ചുളിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നമുക്കൊന്ന് തുടങ്ങാം. ഇവിടെ വയ്ക്കാതെ എന്തിനും ഈ സൈഡിൽ